വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കണ്ടെത്താനുള്ളവർക്കായി 6ാം ദിനത്തെ തിരച്ചിൽ പുനരാരംഭിച്ചു. ഇനിയും 206 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം. സൈന്യത്തിന്റെ ഹ്യൂമൻ റെസ്ക്യൂ റഡാറുകൾ ഉപയോഗിച്ച് പരിശോധന നടക്കുകയാണ്. ചാലിയാർ പുഴയിൽ 2 ഭാഗങ്ങളിലായി തിരച്ചിൽ തുടരുന്നുണ്ട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോഴിതാ ഒരു മൃതദേഹത്തിനായുള്ള ഒരു തിരച്ചിൽ, മൃതദേഹം കണ്ടെത്തിയെന്നൊരു നിഗമനത്തെ തുടർന്ന് ഒരു സംശയത്തെ തുടർന്ന് അവിടെ മൃതദേഹമുണ്ട് എന്നൊരു സംശയത്തെ തുടർന്ന് ഇവിടെ തിരച്ചിൽ നടക്കുകയാണ്. ചൂരൽപ്പുഴയുടെ തീരത്താണ് ഈ തിരച്ചിൽ നടക്കുന്നത്. ചൂരൽപ്പുഴയുടെ തീരത്ത് ചൂരൽമല ടൗണിന്റെ ഭാഗത്താണ് ഈ തിരച്ചിൽ നടക്കുന്നത്. ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് കഷ്ണങ്ങളെല്ലാം നീക്കിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒപ്പം ഈ ഒരു ദുർഗന്ധം വമിച്ച വീടിന്റെ പരിസരത്തെല്ലാം തന്നെ ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിച്ചുകൊണ്ട് ചെളി പൊതിഞ്ഞ ഭാഗമെല്ലാം നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്നു. നേരത്തെ സൈന്യം അവരുടെ സ്നിഫർ നായയുമായി എത്തി ഇവിടെ പരിശോധിച്ചിരുന്നു. തുടർന്നും ഇവിടെ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. കാരണം ഈ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഈ കോൺക്രീറ്റ് ിടയിൽ കോൺക്രീറ്റ് പാളികളെല്ലാം തന്നെ നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ്. ഇവിടെ അടിഞ്ഞ മണ്ണും ചെളിയും കോൺക്രീറ്റ് പാളികളും എല്ലാം തന്നെ നീക്കിയുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് ആ ദുർഗന്ധം വമിച്ചതും മൃതദേഹമാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. ഇപ്പോൾ ഒരു ഹിറ്റാച്ചി മടങ്ങുകയാണോ എന്ന് സംശയമുണ്ട്. അത് പുഴയിലേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമമാണ്. ഈ ഒരു ഭാഗത്തേക്ക്, കോൺക്രീറ്റ് നിൽക്കുന്ന ഭാഗത്തേക്ക് വരികയാണ് ഹിറ്റാച്ചി. അത് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് തോന്നുന്നു വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നും മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. രാഹുലേ, ഇങ്ങോട്ടോ. അവിടെ എന്തായാലും ഇപ്പോൾ അവിടെ നിന്നും മാറാൻ ആവശ്യപ്പെടും. അവിടെയാണെങ്കിൽ ഈ ഒരു കോൺക്രീറ്റ് നിൽക്കുന്ന ഭാഗത്താണോ എന്നത് വ്യക്തമല്ല. ആ കോൺക്രീറ്റ് പാളികൾ നീക്കി നോക്കുന്നുണ്ട്. നിലവിൽ സാധിച്ചിട്ടില്ല, എങ്കിലും അതിനായുള്ള പരിശോധന തുടർന്നു വരികയാണ്. ആതിര, പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് 6ാം ദിവസവും ഊർജിതമായിട്ട് തുടരുന്നത്. കാലാവസ്ഥയൊക്കെ ഇപ്പോൾ ഈ 6ാം ദിനത്തെ തിരച്ചിലിന് അനുകൂലമാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തന്നെയല്ല ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഹ്യൂമൻ തെർമൽ റഡാർ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുള്ള സംവിധാനം ഇവിടെ ഈ മുണ്ടക്കൈ ഭാഗത്താണ്. പുഴ കേന്ദ്രീകരിച്ച് ഇവിടെയും തെരച്ചിൽ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ മടങ്ങുന്നുണ്ട്. കാരണം നേരത്തെ മൃതദേഹം കണ്ടു എന്ന് പറയുന്നത് ഊർജ്ജസ്വലമായ തെരച്ചിൽ നടത്താൻ ആ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ നീക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ആ ഹിറ്റാച്ചി അപ്പുറത്തെ ഭാഗത്തേക്ക്, ആ വീടിൻ്റെ പരിസരത്തേക്ക് നീങ്ങുകയാണ്. നേരത്തെ നമ്മൾ നിന്നിരുന്ന ഭാഗത്ത് ഈ ഹിറ്റാച്ചി നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. അവിടെയെല്ലാം തന്നെ അവിടെ പൊതിഞ്ഞു കിടക്കുന്ന ചെളിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തിക്കൊണ്ട് എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അത്തരമൊരു പരിശോധനയാണ് ഇപ്പോൾ ചൂരൽപ്പുഴയുടെ ചൂരൽമല ഭാഗത്തെ തീരത്ത് നടക്കുന്നത്. ഇവിടെ നമുക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം, ഈ ദുരന്തത്തിൽ അതായത് മുകൾ ഭാഗം മാത്രം അവശേഷിക്കുന്ന, താഴ്ഭാഗം പൂർണ്ണമായും ചെളി പൊതിഞ്ഞ് കിടക്കുന്ന, താഴ്ഭാഗം തകർന്നിരിക്കുന്ന വീട് നമുക്ക് കാണാം. അതോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് പാളികൾ, ആ കോൺക്രീറ്റ് പാളികളെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഹിറ്റാച്ചി ഈ ഭാഗത്ത് നേരത്തെ മൃതദേഹം കണ്ടു എന്ന് സംശയിക്കുന്ന, ഉണ്ടായി എന്ന് സംശയിക്കുന്ന ആ ദുർഗന്ധം വമിച്ച ആ വീടിൻ്റെ ഭാഗത്തേക്ക് പരിശോധനയ്ക്ക് പോകുന്നത്. അവിടെ ഉള്ള ഭാഗത്തേക്ക്, ആ വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ കുഴിച്ചു നോക്കുന്നത്. അവിടെ ചെളി വല്ലാതെ പുതഞ്ഞ് കിടന്നിട്ടുണ്ട്. ആ ചെളി പുതഞ്ഞ് കിടക്കുന്ന ഭാഗത്തെ ചെളി നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്.